ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു ബേബി പ്രിസർവേഷൻ ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 8 ഇഞ്ചിൻ്റെ ഗേറ്റ് റൗണ്ട് മോൾഡ് ആണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടി സെല്ലോ ടേപ്പ് എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ മോൾഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. റെസിൻ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോൾഡ് എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതല്ല എങ്കിൽ അതിൽ വല്ല പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ട് റെസിൻ്റെ ഇതിലെ ഫ്രെയിമേൽ അത് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്കതിന് വേണ്ട ഹാർഡ്നറും റെസിനും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 5 മിനിറ്റ്സ് എങ്കിലും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ല ക്ലിയർ ആയിട്ട് അത് കിട്ടും. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് വയലറ്റ് കളറാണ് ഞാനിവിടെ ഫ്രെയിമിന് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ട കളർ എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് അതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. അതല്ലെങ്കിൽ അത് കട്ട പിടിച്ച പോലെ കിടക്കും. അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മോൾഡിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. റെസിൻ മിക്സ് മോൾഡിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, സർഫസ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് റെസിൻ ഒഴിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം അതിന് ആവശ്യമായിട്ടുള്ള കളറായിട്ടുള്ള കുറച്ച് സ്റ്റോൺസ്, ഡാർക്ക് വയലറ്റ് സ്റ്റോൺസ് ഇതുപോലെ ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സ്റ്റോൺസും സീക്വൻസും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് വേണ്ടതായ ബേബിയുടെ ഡീറ്റെയിൽസ് അടങ്ങിയ എല്ലാം ഞാനിതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതെല്ലാം ഒട്ടിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ റെസിൻ്റെ മിക്സ് ഞാനിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 24 ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരു ഔട്ട്ലുക്കാണിത്. അധികം വലിച്ചു നീട്ടി പറയാനൊന്നും ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു നിർത്തിയത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം. കസ്റ്റമറിന് ഞാനിത് കൊടുത്തു. അവർക്കത് വളരെയധികം ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്